വെൽക്കം ടു ശ്രീ ലൈഫ് വേൾഡ്. വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഒരു ഉച്ചത്തേക്ക് ഒരു ഒഴിച്ചുകൂട്ടാൻ ഉണ്ടാക്കിയാലോ? ഇപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു തക്കാളി, ഒരു സവാള, 2 പച്ചമുളക്, ഒരു 2-3 ചെറിയ ഉള്ളി. അപ്പോൾ കുക്കിങ്ങിലോട്ട് പോവാം. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അധികം വഴറ്റേണ്ട ആവശ്യങ്ങളൊന്നുമില്ല, വഴറ്റേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി, പച്ചമുളക്, സവാള, ഒരു 2-3 ചെറിയ ഉള്ളി കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതിനെ ഇങ്ങനെ ചീനച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് വേകാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, വലിയ കഷ്ടപ്പാട് അങ്ങനെയൊന്നുമില്ല. ഒരു 15 മിനിറ്റ് ഉണ്ടെങ്കിൽ ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളൂ. 15 മിനിറ്റും വേണ്ട, ഈ കഷ്ണം വേകുന്ന സമയം മാത്രം മതി. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, കഷ്ണങ്ങളിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് അരപ്പിനാവശ്യമായിട്ട് ഞാനൊരു 1/4 മുറി തേങ്ങയും, 2 ചുവന്നുള്ളി, 1 പച്ചമുളക്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ജീരകം, 1/4 സ്പൂൺ മുളക് പൊടി, 2 വെളുത്തുള്ളി. ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം. ആ തക്കാളി ഉള്ളിയൊന്നും ഉടയില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ തിളയ്ക്കുന്നതിലേക്ക് നന്നായിട്ട് മഷിയായിട്ട് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലെ മെയിൻ പാർട്ട് എന്തെന്ന് വെച്ചാൽ ഈ തേങ്ങ പിരിഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കണം. അതുമാത്രമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ തേങ്ങ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ വെള്ളം തനിയെ, തേങ്ങയുടെ പീര തനിയെ കിട്ടും. നമ്മൾ സാധാരണ വെള്ളരിക്ക ഒഴിച്ചുകറിയൊക്കെ വെക്കുന്ന പോലെ തന്നെ. അതുകൊണ്ട് ഇളക്കി കൊണ്ടേയിരിക്കണം. തിളയ്ക്കാൻ പാടില്ല. അത് വേണമെങ്കിൽ ഫ്ലെയിം കൂട്ടിയിട്ടാലും കുഴപ്പമില്ല, പക്ഷെ മാക്സിമം ഫ്ലെയിം കുറച്ചാൽ ആ തേങ്ങയും ഉള്ളിയും അതിൽ ചേർത്തേക്കുന്ന ജീരകവും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി അതൊക്കെ ഒന്ന് വെന്ത് വരത്തുള്ളൂ. അതുകൊണ്ട് നിർത്താണ്ട് ഇളക്കിയെടുക്കണം. ഇപ്പോൾ തള വന്ന് ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട്. ലൈറ്റായിട്ട് കുമ്പള വന്നപ്പോൾ മാറ്റി. ഇത് അലുമിനിയം പാത്രത്തിൽ നിന്ന് വേറൊരു സ്റ്റീൽ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. കറി റെഡിയായി. ഇനി താളിക്കേണ്ട കുഴപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ. അത് അടുപ്പിൽ നിന്ന് പുറത്തുനിന്ന് എടുത്ത് താഴോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിൽ താളിക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു സ്പൂണോ 1.5 സ്പൂണോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നോർമൽ താളിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പരന്ന പാത്രമായതുകൊണ്ട് തന്നെ കടുക് നന്നായിട്ട് പൊട്ടിത്തെറിച്ച് അടുപ്പിന് ചുറ്റും വന്നിട്ടുണ്ട്. പിന്നെ 2 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എൻ്റെ തടിത്തവി എവിടെ പോയെന്നറിയില്ല, അതുകൊണ്ടാണ്. ഈ നോൺ സ്റ്റിക്കിൽ സാധാരണ സ്റ്റീൽ തവി വെച്ച് ഇളക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ എന്ത് ചെയ്യാം, ചില സമയത്ത് നമ്മൾ പല ഇതും മറന്നു പോവില്ലേ. അപ്പോൾ ഉള്ളിയൊക്കെ അങ്ങ് മൂത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയോടെ ഇട്ട് കൊടുക്കാം. ഒരു 2-3 വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ, പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഉള്ളിയും കടുകും കറിവേപ്പിലൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിനെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ പരിപാടി. ഉച്ചയ്ക്ക് പക്ഷേ ഇതിൻ്റെ കൂടെ തലേ ദിവസത്തെ നല്ല പറ്റിച്ച മീനുണ്ടെങ്കിൽ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. നല്ല കോമ്പിനേഷൻ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ. അപ്പോൾ കറിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകൂട്ടൽ. ഉച്ചത്തേക്ക് കഴിക്കാനോ ഉച്ചത്തേക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ടേസ്റ്റ്. വേറെ പ്രത്യേകിച്ച് വേറെ സാധനങ്ങളോട് കഴിക്കുന്നതിനേക്കാളും ചോറിനോടൊപ്പം കഴിക്കാൻ. ഞാൻ പറഞ്ഞതുപോലെ തലേ ദിവസത്തെ പറ്റിച്ച മീൻ കറി കൂടെ ഉണ്ടെങ്കിൽ ഈ കറി മാത്രം മതി. വേറെ തോറിൻ്റെ മറ്റു പരിപാടി, വിഴുക്കുവരട്ടിയുടെ ആവശ്യങ്ങളൊന്നും